PM ശ്രീ പദ്ധതിയിൽ ആശയക്കുഴപ്പം വിട്ടൊഴിയാതെ സർക്കാർ. പദ്ധതിയുടെ നടത്തിപ്പിൽ മന്ത്രിസഭാ ഉപസമിതിയിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു. ഇതേ തുടർന്ന് ഉപസമിതി യോഗവും അനിശ്ചിതമായി നീളുകയാണ്. PM ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിനാണ് മന്ത്രിസഭാ ഉപസമിതിയെ UDF സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ രൂപീകരിച്ചത്. എന്നാൽ ആദ്യ 3 യോഗങ്ങൾക്ക് ശേഷം ഉപസമിതി യോഗം ചേരാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിൽ PM ശ്രീയുടെ ഉപസമിതി റിപ്പോർട്ട് പരിഗണിക്കുമെന്നായിരുന്നു പുറത്തുവന്ന വിവരം. എന്നാൽ ഉപസമിതിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗത്തിലും PM ശ്രീ വിഷയം പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഉപസമിതിയുടെ റിപ്പോർട്ട് എത്തുമെന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഉപസമിതി യോഗം ചേരാൻ സാധിക്കാത്തത് കാരണം റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അനിശ്ചിതമായി നീളുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഉപസമിതി യോഗം ചേരുമെന്നാണ് സമിതിയുടെ അധ്യക്ഷനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവകാശപ്പെടുന്നത്. പക്ഷേ നാളിതുവരെ ഉപസമിതിക്കുള്ളിലെ തർക്കം കാരണം യോഗം ചേരാൻ സാധിച്ചിട്ടില്ല. അല്ല, അത് തുടർച്ചയായിട്ട് ചർച്ചകൾ വേണ്ട കാര്യമാണല്ലോ. നാളെയും അത് ചർച്ച ചെയ്യപ്പെടും, അല്ലാതെ ഫൈനലായിക്കൊള്ളുന്നില്ല. ഇല്ല, വൈകാതെ കൊടുക്കും. അല്ല, നമ്മളതെല്ലാ വശവും ചർച്ച ചെയ്ത് കൊടുത്ത് അത് പ്രകാരമുള്ള ഒരു നിലപാട് ആ കാര്യത്തിലുണ്ടാവും. ചെറിയൊരു കുറച്ചുകൂടി ദിവസം വേണ്ടി വരും. 1.5 ആയിട്ടില്ല. ഇതിൽ വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിയും തയ്യാറാകുന്നില്ല. മന്ത്രിസഭാ ഉപസമിതിക്കുള്ളിൽ തർക്കം പരിഹരിക്കാൻ ഒരു തരത്തിലുള്ള ഇടപെടലും മുഖ്യമന്ത്രി നടത്തുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ കഴിഞ്ഞ LDF സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന UDF സർക്കാർ പക്ഷേ സ്വന്തം സർക്കാരിനുള്ളിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.